ഇന്ന് ഞായറാഴ്ച വൈകുന്നേരം ഒരു പണിയില്ലാണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ കണ്ണിൽ കുറച്ച് പണി പെട്ടത്. നമ്മുടെ വീട്ടിൽ കുറച്ച് കാലമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ചിരട്ടയെല്ലാം കൂടെ ഇങ്ങനെ കുമിഞ്ഞു കൂടി കിടക്കുകയായിരുന്നു. അപ്പം അതെല്ലാം ഒന്ന് കൊണ്ടുപോയി വിൽക്കാമെന്ന് വിചാരിച്ചു. തേങ്ങയ്ക്ക് നല്ല വിലയുണ്ട്, ചിരട്ടയ്ക്ക് നല്ല വിലയുണ്ടെന്ന് പറയുന്നു. പിന്നെ ഉപയോഗിക്കാത്ത സാധനം ഇങ്ങനെ വെറുതെ ഇരുന്ന് കൊതുകും ഈച്ച ഉണ്ടാവും ഇഴജന്തുക്കളൊന്നും കയറിയിരിക്കേണ്ടെന്ന് വിചാരിച്ചു എല്ലാവരും കൂടെ ചിരട്ട കളക്ഷന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. മുറ്റത്ത് പിള്ളേർ വലിച്ചെറിഞ്ഞതും അല്ലാതെ കവറിൽ കെട്ടിവെച്ചതും നനഞ്ഞതും നമ്മൾ കൊപ്ര ആട്ടിച്ചപ്പം അതിൻ്റെ ബാലൻസായിട്ട് വന്നിട്ടുള്ള ചിരട്ടകളെല്ലാം ഇങ്ങനെ കെട്ടി ഓരോ കവറിലും സഞ്ചിയിലൊക്കെ എടുത്ത് വെച്ചായിരുന്നു. അപ്പോൾ അതിനെല്ലാം കൂടെയാണ് ഒരു വലിയ ചാക്കിൽ, ഒരു വലിയ ചാക്ക് നിറയെ ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. പക്ഷേ ആ ചാക്കിലും അധികം ഉണ്ടായിരുന്നു. പിന്നെയും 2-3 സഞ്ചിയും കവറിലും കൂടി ആക്കിയിട്ടാണ് കൊണ്ടുപോയത്. ഒരു പണിയില്ലാണ്ട് വഴക്കുണ്ടായിക്കൊണ്ടിരുന്ന പിള്ളേർക്ക് നല്ല ഇൻട്രസ്റ്റ്. നല്ലോണം ചിരട്ട ഇങ്ങനെ പെറുക്കുക, എറിയുക. ഒരെണ്ണം കൃത്യമായിട്ട് ചാക്കിൻ്റെ അകത്ത് വീഴുന്നില്ലെങ്കിലും വീടിന് ചുറ്റും വൃത്തികേടായിട്ട് ഇങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അത് പെറുക്കൽ പിന്നെ അടുത്ത പണിയായി. നമ്മൾ നനഞ്ഞ ചിരട്ട കുറച്ച് മാറ്റി വെച്ചിട്ട് ഉണങ്ങിയ ചിരട്ടേനെല്ലാം കൂടെ ഒന്നിച്ചാണ് പാക്കാക്കാൻ പോകുന്നത്. മഴക്കാലമായതുകൊണ്ട് മടി പിടിച്ച് ടെറസിൻ്റെ മുകളിൽ തന്നെ എടുക്കാതിട്ടിരുന്ന ചിരട്ട വരെ നുള്ളിപ്പെറുക്കി നമ്മൾ ചാക്കിനകത്ത് ആക്കിയിട്ടുണ്ട്. കാരണം എല്ലാം വിടാതെ അതിനു വേണ്ടി തുനിഞ്ഞല്ലേ ഫോൺ കണ്ടുകൊണ്ടിരുന്ന കെട്ടിയവനെ പിടിച്ച് വലിച്ച് ഇതിനകത്തോട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് എല്ലാം പോയി പെറുക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അതും എനിക്ക് പണി കിട്ടി. അതെല്ലാം നമ്മൾ നനഞ്ഞ കേട്ടോ, അതൊക്കെ നനഞ്ഞു പോയി. അതുകൊണ്ട് അങ്ങനെ എല്ലാത്തിനെയും അരിച്ച് പെറുക്കി സെറ്റാക്കി. കൂടെ നമ്മുടെ ചിറ്റിക്കുട്ടനും ഹന്നയും ഉണ്ട്. എന്തായാലും സന്ധ്യയായി തുടങ്ങിയിട്ടോ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ. അപ്പം ലാസ്റ്റ് കുറേ കവറുകൾ മാത്രമേ ഉള്ളൂ. അടുക്കളയിലുണ്ടായിരുന്ന ലാസ്റ്റ് കളക്ഷൻ വരെ എടുത്തിട്ടുണ്ട്. നമ്മളിത് കത്തിക്കാൻ ഉപയോഗിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ പുകയില്ലാത്ത അടുപ്പായതുകൊണ്ട് ചിരട്ട അങ്ങനെ കത്തിക്കാറില്ല. അങ്ങനെയല്ല, തീരെ കത്തിക്കാറില്ല. അപ്പോൾ ചിരട്ട ബാലൻസ് ഉണ്ടാകാറുണ്ട്. വീട്ടിൽ പുകയിടാനൊക്കെ ഇടയ്ക്ക് കൊണ്ടുപോയി കൊടുക്കും. ഇപ്പം നമ്മുടെ ഫൈനൽ റിസൾട്ട് ഇതാണ്. ഓൾ ആർ ഹാപ്പി. താങ്ക് യു ഫോർ